Thanks for joining. So, she is a wonderful student, bubbly, energetic, and എന്ത് വേദന വന്നാലും സഹിച്ച് ചെയ്യുന്നുണ്ട് പാവം. so so she is an amazing student. She joined very recently, but still ഒരു line at least. ഓക്കെ, ഇവിടെ വേദന വന്ന കാര്യം പറഞ്ഞില്ലേ, വന്നിട്ട് ഇപ്പോൾ റീസെന്റ് ഒരു 10 ദിവസം ആവുന്നേ ഉള്ളൂ. പക്ഷെ 3 പ്രാവശ്യം ടാബ്ലറ്റ് എടുക്കേണ്ടി വന്നു. അതുപോലെ പെയിനായിരുന്നു. അപ്പൊ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞേ, ഈ കണക്കിന് പോയാ ഇതിനപ്പുറത്തേക്ക് ഇനി ഒരു എക്സസൈസ് ഇല്ല, എവിടെയില്ല. അതുപോലെ പുറകെ നടന്ന് നമ്മളെ എക്സസൈസ് ചെയ്യിപ്പിക്കുകയാണ്. ഇച്ചിരി മടുത്തങ്ങ് മാറിയിരുന്ന് കഴിഞ്ഞാൽ അന്നേരം പിടിക്കും പുറകിന്ന് വന്നിട്ട്. ഞാൻ ഓർക്ക് അങ്ങോട്ട് നോക്കിയിരിക്കുകയാണല്ലോ, അപ്പൊ ഇവിടെ ചെറിയ ഇരിക്കാന്ന് സമ്മതിക്കൂല. എന്താണെങ്കിലും വളരെ ഹാപ്പിയാണ്. എന്നാലും നമ്മുടെ വുമൻസ് ഡേയുടെ വെച്ച് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ലൈഫിലെ കാര്യം പറയുകയാണ്, ഞാൻ റിസ്ക് എടുക്കാൻ ഭയങ്കര മിടുക്കിയാണ്. മാഡം ഇവിടെ പറഞ്ഞു ഹസ്ബൻഡ് അറിഞ്ഞുകൊണ്ട് തന്നെ പേരിട്ടാണ് മിടുക്കി എന്നുള്ളത്. ഞാൻ എൻ്റെ ലൈഫിൽ അനുഭവിച്ച കുറേ കാര്യങ്ങളാണ്. കാരണം നമുക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കത് സാധിച്ചു തരണമെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ പേരൻസ് ഓക്കെ ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി എല്ലാം കൊണ്ടും ഓക്കെ ആയിരിക്കണം. എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നമ്മൾ തന്നെ റിസ്ക് എടുത്ത് നമ്മൾ നല്ലോണം അധ്വാനിച്ച് ഉണ്ടാക്കുന്നതിൽ നമ്മൾ ആസ്വദിക്കുന്ന ഒരു തൃപ്തി നമുക്ക് വേറെ ഒന്നിനും കിട്ടത്തില്ല. അപ്പം അതുകൊണ്ട് ഞാൻ നന്നായിട്ട് റിസ്ക് എടുക്കും. കൂടെ നന്നായിട്ട് ഹസ്ബൻഡ് സപ്പോർട്ടും കൂടെ ചെയ്യുന്നതുകൊണ്ട് വളരെ ഹാപ്പി ആയിട്ട് പോണു. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഡ് വർക്ക്. എല്ലാവർക്കും ദൈവം ഒരുപോലെ തന്ന ഒരു സംഭവം മാത്രമേ ഉള്ളൂ, സമയം. 24 മണിക്കൂർ ഉണ്ടെങ്കിൽ അതിൽ ഏകദേശം ഒരു 6 മണിക്കൂർ മാത്രമേ ഞാൻ ഉറങ്ങാനായിട്ട് കണ്ടെത്താറുള്ളൂ. ബാക്കി എല്ലാ മണിക്കൂറിലും ഞാൻ ജോലി ചെയ്തുകൊണ്ടേയിരിക്കും. രാവിലെ മോർണിംഗ് മുതൽ രാത്രി ഒരു 10:30 വരെ ഫുൾ ടൈം പണിയായിരിക്കും, വീട്ടിലും ഷോപ്പിലും. അപ്പം അതുകൊണ്ട് ഒരു കാര്യം മാത്രമേ വുമൻസിനോട് കൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള കാര്യം അനുഭവം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക, നമ്മുടെ ആഗ്രഹങ്ങളും മോഹങ്ങളും എല്ലാം അതിലൂടെ സാധിച്ച് മുന്നോട്ട് പോവുക. അതോടൊപ്പം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് നമുക്ക് വേണ്ടി ജീവിക്കുക എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ എൻ്റെ ശരീരത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചില്ലായിരുന്നു. കാരണം ഒരു 2 വർഷമായി തൈറോയ്ഡ് ഉണ്ട്, മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ശ്വാസം വലിച്ചാൽ വരെ വണ്ണം വയ്ക്കുന്ന അവസ്ഥയിലോട്ട് പോവുക. ശരിക്ക് ആഹാരം കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ കുറച്ചാണ്, പക്ഷെ വണ്ണം വെച്ച് വരിക. ഇവിടെ വന്നപ്പോൾ മാഡം എന്നോട് പറഞ്ഞു ഇവിടുത്തെ ബ്രാൻഡ് അംബാസഡർ ആക്കേണ്ടി വരുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട് ശരിയാണ്, ഇവിടുത്തെ ഏറ്റവും കൂടുതൽ വണ്ണമുള്ള ആൾ ഞാനാണെന്ന് എനിക്ക് തോന്നുന്നു, ഏറ്റവും കൂടുതൽ വെയിറ്റുള്ള ആൾ ഞാനാണെന്ന് എനിക്ക് തോന്നുക. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇപ്പം ഞാൻ വിചാരിച്ചു തുടങ്ങി, നമ്മൾ ചിന്തിക്കുന്ന പോലെ നമ്മുടെ ശരീരം എത്തുന്നില്ല. അപ്പം അതുകൊണ്ട് ഇനി എക്സസൈസേ പറ്റൂന്ന് മനസ്സിലായി. 20 വർഷമായിട്ട് എക്സസൈസിന്റെ എല്ലാ സാധനങ്ങളും വീടിന്റെ മുകളിലത്തെ നിലയിൽ ഇങ്ങനെ വാങ്ങിച്ച് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഈ 6 മാസം മുമ്പ് വരെ ഒരു ട്രെഡ്മിൽ വെച്ചിട്ടുണ്ട്. ഹസ്ബൻഡിനെ കാണിക്കാൻ വേണ്ടി മാത്രം കുറച്ച് ദിവസം അതിനകത്ത് കയറി ഇറങ്ങി, പിന്നെ അതുപോലെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പം എന്താണേലും ഞാൻ സമയം കണ്ടെത്തി. എനിക്കൊരു ആഗ്രഹമായിരുന്നു ഇതുപോലൊരു പ്രസ്ഥാനം ഇവിടെ വേണമെന്നുള്ളത്. അത് കറക്റ്റ് നമ്മുടെ അടുത്ത് തന്നെ, എൻ്റെ വീടിനോട് അടുത്തും എനിക്ക് കിട്ടി. അത് വളരെ ഹാപ്പിയാണ്. പോരാത്തതിന് നല്ല ട്രെയിനറായ രേഖാജി മാഡം സൂപ്പറാണ്. ഇതിനപ്പുറത്തേക്കിനി ഇല്ല. ഞാൻ ലക്ഷ്മി അത് എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ, താങ്ക് യു.